ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും അട ഇഷ്ടമാണല്ലോ. അപ്പം അടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരട. സാധാരണ നമ്മൾ ഇലയുടെ വാഴയിലേക്കകത്താണല്ലോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഇല ഇട്ടാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ ഇല ഉണ്ട്, ഇപ്പം വാഴയില ഉണ്ട്. പക്ഷെ ഞാൻ വാഴയില ഇല്ലാതെയും വാഴയില ഇപ്പം നമുക്ക് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഇലയിട കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടി വേറൊരു മെത്തേഡും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെ അട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് റൈസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വറുത്ത അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, ആ പൊടി. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഈ അളവിൽ തന്നെ, ഈ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ അട ഉണ്ടാക്കാനുള്ള ഈ ബാറ്റർ റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആദ്യം. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം തന്നെയാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. ഒഴിക്കാം. ഞാൻ തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ നീടാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് പൊടിക്ക് ആ 1 കപ്പിൽ തന്നെയാണ് ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇനി വേണം. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഇതിരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. നമുക്ക് ആദ്യം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ 1 അച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. 1 അച്ച് മാത്രം എടുത്തതെന്ന് വെച്ചാൽ ഇത് നല്ല മധുരമാണ്. കൂടുതൽ ഒരുപാട് മധുരമായാലും നമുക്ക് അട കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്പെഷ്യൽ അടയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സ്പ്രൗട്ടാണ്, നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്. ഞാൻ 1 കപ്പ് ചെറുപയർ മുളപ്പിച്ചതാണ് എടുത്തിരിക്കുന്നത്. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഒരു സംഭവമാണ് സ്പ്രൗട്ട്. അത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല. ഇത് ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രൗട്ട് വരണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാലും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഒരുപാട് നേരം ഇട്ട് വറുത്തണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അവിടെ നിന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം.
അത് ഞാൻ ഇലയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇലയിൽ ഇച്ചിരി നെയ്യ് തടവി കൊടുക്കാം. അപ്പം വേഗം ഇലയിൽ നിന്ന് വിട്ട് വരും, ഒട്ടിപ്പിടിക്കില്ല. അട ഇളകി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം തൊട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. കനം കുറച്ച് പരത്തി. നമുക്ക് കുറച്ച് കൈ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ട് വേണം ഇങ്ങനെ പരത്താം. അപ്പോൾ പിന്നെ നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് അങ്ങനെ പരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു സ്പൂണോ 2 സ്പൂണോ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് സ്പ്രൗട്ട്. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. നമ്മൾ പുറത്തുനിന്ന് കേക്കും പേസ്ട്രീസും ഒക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ നല്ല ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ നമുക്ക് മടക്കിയെടുക്കാം. ഇനി നമുക്കിപ്പോൾ ഇത് ഇലക്കകത്ത് പരത്തിയെടുത്ത് ഇനി നമുക്ക് ഇല ഇല്ലെങ്കിലോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ബട്ടർ പേപ്പർ. അപ്പോൾ നമുക്ക് ഇല ഇല്ലാത്തപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇലയിൽ എങ്ങനെയാണോ പരത്തിയത് അതുപോലെ തന്നെ നമുക്കിതിൽ മാവിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിലും ഫില്ലിങ് റെഡിയാക്കി ഇനി ഇതും നമുക്ക് ഇങ്ങനെ ഇല മടക്കിയതുപോലെ മടക്കിയെടുക്കാം. ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അങ്ങനെ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് സ്റ്റീം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അട വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇലയുടെ എല്ലാം റെഡിയായി. ഞാൻ സ്റ്റീമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം എടുത്ത് റെഡിയാകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇല ഇല്ലാതെ ഉണ്ടാക്കിയ അട എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചൂടാണ്, കൈ പൊള്ളും. കണ്ടില്ലേ, നമ്മൾ ഇലയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ഇല ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇലയുടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബട്ടർ പേപ്പർ വാങ്ങിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.